എല്ലാ പ്രേക്ഷകർക്കും ബി ഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ടാരോട്ട് കാർഡ് റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇത് കാലാതീതമാണ്. നിങ്ങളെപ്പോൾ കണ്ടാലും ഇത് നിങ്ങൾക്ക് ബാധകമായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നാം നോക്കുന്നൊരു വിഷയത്തിലേക്ക് പോകാം. ആ വ്യക്തി നിങ്ങളോട് പറയാതെ മനസ്സിൽ ഒളിപ്പിച്ച രഹസ്യം ഇപ്പോൾ അറിയാവുന്നതിനെക്കുറിച്ചാണ്. 3 ടാരോട്ട് കാർഡുകൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഒന്നാമത്തെ ടാരോട്ട് കാർഡ് ഹൈ പ്രസ്റ്റിസ് എന്ന കാർഡാണ്. ഈ കാർഡ് എന്താണ് നമുക്ക് നൽകുന്നതെന്ന് നോക്കാം. വ്യക്തി നിങ്ങളോട് പറയാതെ മനസ്സിൽ ഒളിപ്പിച്ചത് എന്താണെന്നാണ് നാം നോക്കുന്നത്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് രഹസ്യങ്ങളും അജ്ഞാതമായിട്ടുള്ളൊരു ബന്ധത്തെക്കുറിച്ചാണ്. ആ വ്യക്തി മറ്റാരെങ്കിലുമായിട്ടുള്ളൊരു കാര്യം, ചിലപ്പോൾ സൗഹൃദമാകാം, ചിലപ്പോൾ ഒരു പരിചയമാകാം, അത് നിങ്ങളോട് രഹസ്യമായി സൂക്ഷിക്കുന്നുണ്ട്. അവർ എന്തോ മറച്ചു വെക്കുന്നുണ്ട്. ചിലപ്പോൾ ചില സുഹൃത്തുക്കളാകാം. എന്നാൽ അത് അവരുടെ മനസ്സിൽ നിന്നും മായുന്നില്ല. അവർ ഒരു തരം ടെൻഷനിലേക്ക് എത്തിപ്പെടുകയാണ്. അവരുടെ മനസ്സിൽ അതിനെക്കുറിച്ച് ടെൻഷനുണ്ട്, വിഷമിപ്പിക്കുന്നുണ്ട്. ആരൊക്കെയോ അവരെ ചില കുടുക്കുകളിൽ കുടുക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ ചില ബന്ധങ്ങൾ, ചില പ്രേരണകൾ, ചില ദുർബോധനങ്ങളിൽ അവരെ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുകയും അവരെ അതിൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ച് മനസ്സിൽ വലിയ വിഷമത്തോടെയാണ് അത് കാണുന്നത്. ആ വ്യക്തി സ്വന്തം ഇഷ്ടത്താലല്ല അതിലേക്ക് പോകുന്നത്, പക്ഷെ നിർബന്ധപൂർവം ആ വ്യക്തിക്ക് അതിലേക്ക് പോകേണ്ടി വരുന്നു. വശീകരണ തന്ത്രവുമായിട്ട് ചിലർ ആ വ്യക്തിയുടെ പിറകെ വരുന്നു. അത് ആ വ്യക്തിക്ക് തടയാൻ കഴിയുന്നില്ല. നിങ്ങളോട് പറയാതെ പോകുന്നത് കൊണ്ടും, നിങ്ങളോട് മറച്ചു വെക്കുക എന്നതുകൊണ്ടും, നിങ്ങളോട് മറച്ചു വെക്കാൻ നിഷ്കർഷിച്ചതുകൊണ്ടും ആ വ്യക്തിയുടെ മനസ്സിൽ വിഷമമുണ്ട്. ആ വ്യക്തി വല്ലാത്ത കുറ്റബോധത്തിലാണ്. മനസ്സറിഞ്ഞല്ല ആ വ്യക്തി പോകുന്നത്, പക്ഷെ ഉള്ളിൽ വിഷമമുണ്ട്. കാർഡ് എന്ന് പറയുന്നത് 7 ഓഫ് സ്വാർഡ് ആണ്. 7 വാളുകളാണ്. ഈ കാർഡ് വല്ലാത്ത പറ്റിക്കലും മായയും ചതിയും സൂചിപ്പിക്കുന്നു. മറ്റൊരാളെങ്കിലും മറച്ചു വെക്കുന്നത് കാണാൻ കഴിയുന്നത് സാധാരണ കാഴ്ചയാണ്. ഒരാൾ മറച്ചു വെക്കുന്നത് കൃത്യമായ ചില ചതിക്കുഴികളാണ്. ഈ വ്യക്തിക്ക് എന്തെങ്കിലും സത്യം തുറന്നു പറയാൻ ഭയമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോ അവർ തങ്ങളുടെ കാര്യം പറയാതിരിക്കുന്നതാണോ എന്നറിയില്ല. ആ വ്യക്തി സ്വയമേവ മറച്ചു വെക്കുന്നതാണോ എന്നറിയില്ല. അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആ വ്യക്തിയെ ഭയപ്പെടുത്തുന്നതാണെന്നറിയില്ല. ആ വ്യക്തി സംസാരിക്കാൻ പോലും ഭയപ്പെടുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിൽ ഭയമുണ്ടാകുന്നു. മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആ വ്യക്തി ഈ ചില ആളുകളുടെ പ്രേരണ മൂലം, അത് സ്നേഹം കൊണ്ട്, കപട സ്നേഹം കൊണ്ടാകാം ആ പ്രേരണ ഉണ്ടാക്കുന്നത്, ചിലപ്പോൾ ഭയത്താലാകാം. എങ്ങനെയായാലും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് ചിലത് തുറന്നു പറയണമെന്നുണ്ട്. ആ വ്യക്തിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല മുന്നോട്ട് പോകുന്നത്. ചില ആളുകൾ ആ വ്യക്തിയെ കുഴപ്പിക്കുകയാണ്, പ്രശ്നത്തിലകറ്റുകയാണ്, പ്രശ്നത്തിൽ കയത്തിലേക്ക് തള്ളിവിടുകയാണ്. ജീവിതത്തിൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. ആ വ്യക്തിയുടെ തീരുമാനങ്ങളിൽ പലതരം മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. സ്വാധീനമെന്നല്ല ഇതിനെ പറയേണ്ട, ദുസ്വാധീനമെന്ന് തന്നെയാണ്. വലിയ തരത്തിൽ ആ വ്യക്തിയെ ബുദ്ധിമുട്ടിക്കുന്നു, വലിയ തരത്തിൽ ആ വ്യക്തിക്ക് കുഴപ്പങ്ങളുണ്ടാക്കുന്നു. അങ്ങനെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ഇവർ ഒരുങ്ങി നിൽക്കുന്നു. ഇവരുടെ പ്രവർത്തനങ്ങൾ ആ വ്യക്തിയെ ഭയപ്പെടുത്തുന്നുണ്ട്. തുറന്നു പറയുന്നതിന് ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. പക്ഷേ ആ വ്യക്തി നിരാശ പൂണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ കൂടുതൽ ആ വ്യക്തിയോട് തുറന്ന് സ്വതന്ത്രമായി സംസാരിക്കുമ്പോൾ തന്നെ ആ വ്യക്തി ആ കാര്യങ്ങളൊക്കെ നിങ്ങളോട് തുറന്നു പറയും. ഇഷ്ടമുണ്ടായിട്ടല്ല, ഒരു തടവറയിലെന്ന പോലെ നിരാശമായി ആ വ്യക്തി തുടരുകയാണ്. ഭയപ്പെടുന്നുണ്ട് ആ വ്യക്തി ചില കാര്യങ്ങളെ, ചില അവസ്ഥകളെ. അതുകൊണ്ടാണ് നിങ്ങളോട് തുറന്ന് സംസാരിക്കാൻ ആ വ്യക്തിക്ക് കഴിയാതിരിക്കുന്നത്. എല്ലാം നിങ്ങളോട് മറച്ചു വെക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. അവസാനത്തെ കാർഡിലേക്ക് പോകാം. 4 ഓഫ് കപ്സ് ആണ് ആ കാർഡ്. ഈ കാർഡ് ആ വ്യക്തി ഇപ്പോൾ തന്നെ മനസ്സാക്ഷിയുടെ സമ്മർദ്ദത്താൽ കഴിഞ്ഞ് ഇരിക്കുന്നുവെന്ന സൂചനയുണ്ട്. മനസ്സിൽ വല്ലാത്ത വിഷമമുണ്ട്. നിങ്ങളോട് തുറന്നു പറയാൻ കഴിയാത്ത വിഷമമുണ്ട്. ഏതോ ഒരു നിർഭാഗ്യകരമായ അനുഭവം അവരുടെ മനസ്സിനെ പിടിച്ചിരിക്കുകയാണ്. അതിനാൽ അവർ ആ വ്യക്തിയുടെ വികാരങ്ങളെ തുറന്നു പറയുന്നില്ല. ആ വ്യക്തി എന്താണ് ചെയ്യണമെന്നുള്ള ആശയക്കുഴപ്പത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും വേണ്ടത്. ആരൊക്കെയോ ചിലർ ആ വ്യക്തിയെ വലിയ തരത്തിലുള്ള സമ്മർദ്ദത്തിലും ഭീഷണിയിലും ആക്കുന്നു.
ഒരുപക്ഷെ കപടമായ സ്നേഹവും കമ്മിറ്റ്മെൻറ്റുകളും ആ വ്യക്തിയിലേക്ക് നൽകിയിട്ട് ആ വ്യക്തിയെ ഒരുതരം ഭീഷണിക്കോ ഒരുതരം പ്രതിസന്ധിയിലോ അകപ്പെടുത്തുന്നതാകാം. എങ്ങനെയാണെങ്കിലും അത് ആ വ്യക്തിയുടെ മനസ്സിന് ഒരുപാട് വേദനകൾ സൃഷ്ടിക്കുന്നുണ്ട്. ആ വ്യക്തി തീർച്ചയായിട്ടും ആ വേദനകൾ കൊണ്ടാണ് ജീവിക്കുന്നത്. നിങ്ങളോട് ഇഷ്ടമുള്ളപ്പോഴും സ്നേഹമുള്ളപ്പോഴും സ്വതന്ത്രമായത് പ്രകടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആ വ്യക്തി വീഴുകയാണ്. ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെ വലിയ ഇഷ്ടമാണ്. നിങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങളോടൊപ്പം സൗഖ്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോഴും ആ വ്യക്തിയെ സംബന്ധിച്ച് മറ്റു ചില ആൾക്കാരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ആ വ്യക്തിക്ക് ഒട്ടും താങ്ങാൻ കഴിയുന്നില്ല. അവരെ ഭയപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ സ്നേഹം കൊണ്ടായിരിക്കാം, അവരോടുള്ള കമ്മിറ്റ്മെൻ്റ് കൊണ്ട് ആയിരിക്കും. ആ കമ്മിറ്റ്മെൻറ്റുകളെയും നിങ്ങളുടെ വ്യക്തിയുടെ നല്ല മനസ്സിനെയും ചൂഷണം ചെയ്തുകൊണ്ട് നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റി ഒരു ബന്ധമില്ലാത്ത രീതിയിൽ ഒരു തകർച്ചയുടെ വക്കിലേക്ക് ആക്കാനാണ് ശ്രമിക്കുന്നത്. വല്ലാത്തൊരവസ്ഥയിലാണ് ആ വ്യക്തി. നിങ്ങളുടെ സഹായം മാനസികമായി തീർച്ചയായും വേണം. ആ വ്യക്തി ഒന്നും തുറന്നു പറയാൻ കഴിയില്ലാതെ കഷ്ടപ്പെടുകയാണ്. ദുസ്വാധീനമാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.